മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറിനെ തുടർന്ന് രാജ്യത്തെ വിമാനത്താവളങ്ങളുണ്ടായ പ്രതിസന്ധി ഒഴിയുന്നില്ല. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 5 വിമാനങ്ങൾ റദ്ദാക്കി. ഉടനെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് വ്യോമയാന മന്ത്രാലയം അറിയിക്കുന്നത്. ഇന്നലെ മാത്രം 200ഓളം വിമാന സർവീസുകളാണ് രാജ്യത്തുടനീളം മുടങ്ങിയത്. ഇതിൽ 190 സർവീസുകൾ ഇൻഡിഗോയുടേത് മാത്രമാണ്. ഇന്ന് പ്രതിസന്ധിക്ക് നേരിയ അയവ് വന്നിട്ടുണ്ട്. ഇന്നലെ ഇൻഡിഗോയുടെ 9 വിമാനങ്ങളാണ് മുംബൈയിൽ റദ്ദാക്കിയതെങ്കിൽ ഇന്ന് 2 സർവീസുകൾ മുടങ്ങി. കൊച്ചിയിലേക്കും വാരണാസിയിലേക്കുമുള്ള സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. അന്താരാഷ്ട്ര സർവീസുകളുടെ സമയം വ്യാപകമായി മാറ്റേണ്ടി വന്നിട്ടുണ്ട്. വിശാഖപട്ടണം എയർപോർട്ടിൽ ഇന്ന് ഇതുവരെ 5 സർവീസുകൾ മുടങ്ങി. ദില്ലി വിമാനത്താവളത്തിൽ ഇന്നും നീണ്ട ക്യൂ ആയിരുന്നു. സെൽഫ് ബാഗേജ് ഡ്രോപ്പ്, ഡിജി യാത്രാ സംവിധാനങ്ങൾ പണിമുടക്കി. വിമാനത്താവളങ്ങളിൽ ബോർഡിംഗ് പാസ് എഴുതി നൽകേണ്ടിയും വന്നു. വിമാനം റദ്ദാക്കുന്ന പക്ഷം മാറ്റി ബുക്ക് ചെയ്യാനോ റീഫണ്ടിന് അപേക്ഷിക്കാനോ യാത്രക്കാർക്ക് കഴിയുന്നില്ല. അതേസമയം പ്രതിസന്ധി ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും ഒരു വിമാനം പോലും റദ്ദാക്കിയില്ലെന്നും എയർ ഇന്ത്യ അറിയിച്ചു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് രാജ്യത്തെ വിമാന കമ്പനികൾ കഴിഞ്ഞ ദിവസം നേരിട്ടത്. പ്രതിസന്ധിയുടെ ആഴവും നഷ്ടത്തിന്റെ കണക്കുകളും വരാനിരിക്കുന്നതേയുള്ളൂ. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുംബൈ വിമാനത്താവളത്തിന് മുന്നിൽ നിന്നും വരുൺ വീനാർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.